സാർ നിങ്ങള് നിസാം കോളിച്ചന എഴുത്തുകാരൻ? അല്ല, നിങ്ങൾ? ഞാൻ കോഴിക്കോട് നിന്ന് വരികയാണ്. നിങ്ങളെ കവിതകളും കഥകളും ഞാൻ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളാണ്. താങ്ക് യു. എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാനൊരു കഥ എഴുതാൻ വേണ്ടിട്ട്. അത് ശരി. കഥ ഒന്നും കിട്ടുന്നില്ല സാറേ. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഒരു യാഥാർത്ഥ്യ കഥ പറഞ്ഞ സാർ എഴുതിക്കോളോ? തീർച്ചയായിട്ടും പറയട്ടെ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം വളരെ ദാരിദ്ര്യമായിരുന്നു. വാസി എന്നോണം കഠിന അധ്വാനത്തിലൂടെ അയാൾ എല്ലാം നേടിയെടുത്തു. അയാൾ കല്യാണം കഴിഞ്ഞ് 3 മക്കളായപ്പോഴേക്കും അദ്ദേഹം ബിസിനസ് തന്നെ ഒരുപാട് വലിയ സാമ്രാജ്യമാക്കി മാറ്റി, വലിയ ധനികനായി മാറി, വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കുടുംബം അഹങ്കാരവും പൊങ്ങച്ചവും ധിക്കാരവുമുള്ള ഒരു ഫാമിലിയായി മാറി. എന്തിനു പറയുന്നു, ദൈവത്തെ പോലും നിന്ദിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്താവാനാ, ക്രമേണ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദം കാരണം ഇയാളിൽ നിന്നും ദയ, സ്നേഹം, വാത്സല്യം എല്ലാം നഷ്ടപ്പെട്ടു. ദൈവഭക്തി പോലും ഇല്ലാതായി. അഹങ്കാരം അധികരിച്ചു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾ വന്ന വഴി പാടെ മറന്നു. ആ ഇടക്കാണ് സോഷ്യൽ മീഡിയയിലുള്ള സ്വാധീനവും അതുപോലത്തെ മറ്റു കാരണങ്ങളും കാരണം കുടുംബത്തിലുണ്ടായ സ്വരചേർച്ച ഇല്ലാതായി. അപ്പോ ആർഭാട ജീവിതം അവസാനിച്ചോ? ആർഭാട ജീവിതം അവസാനിച്ചോ എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്തിരുന്ന ബിസിനസ്സിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ഒരുപാട് കടം വന്നു. ആ വിവരം കുടുംബത്തിനെ അറിയിച്ചപ്പോ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് വന്ന ഭീമമായ കടങ്ങളെ കുറിച്ച് കുടുംബത്തോട് പറഞ്ഞു. നമ്മുടെ വീടും വസ്തുക്കളും മറ്റും വിറ്റിട്ട് ആ കടം വീട്ടി ഒരു വാടക വീട്ടിലേക്ക് നീങ്ങാമെന്ന് പറഞ്ഞപ്പോ അവരാരും തന്നെ, മക്കളടക്കം ഭാര്യ പോലും സമ്മതിച്ചില്ല. ഇതിനൊക്കെ കാരണം നിങ്ങൾ മാത്രമാണ്, ഞങ്ങൾ ആരും ഇതിന് ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരുപാട് കുറ്റപ്പെടുത്തി അവസാനം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഇയാളിത് എവിടെ പോയി? ഇയാൾ കാണുന്നില്ലല്ലോ. എന്താണ്, വലിയ പ്രായമൊന്നുമില്ലട്ടാ. എന്താ മനുഷ്യരിങ്ങനെ? എന്താണ് ഇവിടെ സംഭവിച്ചത്? അത് ഈ ട്രാക്കില് ഒരാള് ട്രെയിനിന് തലവെച്ചാണ്. അദ്ദേഹം കറുപ്പ് ഷർട്ടാണ്. ഒരു കറുപ്പ് ഷർട്ടും പച്ച പാന്റും ആണ്. എനിക്കൊന്ന് കാണാൻ പറ്റും. ഈ ട്രാക്കിൽ തന്നെയാണ്. പോയി കണ്ടോളൂ. അവിടെ എന്താ ഇങ്ങനെ ചെയ്യലേ? ആളുകളൊക്കെ ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാല്. എന്റെ ദൈവമേ, അയാൾ ആകാതിരിക്കട്ടെ. എന്റെ ദൈവമേ, ഇയാള് പറഞ്ഞു തന്ന കഥ ഇയാളതായിരുന്നോ? ജീവിതത്തിൽ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും സ്വാഭാവികമാണ്. ഇതിനൊക്കെ ജീവൻ അവസാനിപ്പിക്കാൻ നിന്നാൽ എത്ര പേർ ഭൂമിയിൽ അവശേഷിക്കും?